തെലങ്കാന എന്ന സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷം അവിടെ 9 കൊല്ലത്തോളം ഭരിച്ചിരുന്നത് BRS ആണ്. അതായത് പഴയ TRS, തെലങ്കാന രാഷ്ട്ര സമിതി. അവർ ആന്ധ്രാപ്രദേശിൻ വിഭജനത്തിന് മുമ്പ് സോണിയാഗാന്ധിയെ കാണുകയും കൃത്യമായും ആന്ധ്രാപ്രദേശിൻ്റെ വിഭജനം നടന്നാൽ TRS വളരെ വൈകാതെ തന്നെ കോൺഗ്രസ്സിലേക്ക് ലയിപ്പിക്കും എന്ന വാഗ്ദാനവും നൽകിയിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഇപ്പോഴിതാ TRS അഥവാ BRS വലിയ രീതിയിൽ നാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അവർക്കറിയാമെങ്കിലും ഒരു രീതിയിലും ഒരക്ഷരവും മിണ്ടാൻ കഴിയാത്ത അവസ്ഥയിലേക്കാണ്. കാരണം മാധ്യമങ്ങളായിരുന്നാലും അതുപോലെ തന്നെ ഓൺലൈൻ മീഡിയയിലൊക്കെ ആയിരുന്നാലും എല്ലാ തരത്തിലും പൂർവ്വകാല ചരിത്രം, അതുപോലെ തന്നെ ചന്ദ്രശേഖർ റാവു സോണിയാഗാന്ധിയോട് പറഞ്ഞ വാക്ക്, മാധ്യമങ്ങളോട് ഡൽഹിയിൽ വെച്ച് അന്ന് അദ്ദേഹം പറഞ്ഞിരുന്ന കാര്യങ്ങൾ എല്ലാം ഓർമ്മിപ്പിക്കലായിരുന്നു അവരെല്ലാം തന്നെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 17 ലോക്സഭാ സീറ്റുകളിൽ നിന്നും ഒരെണ്ണം പോലും BRS ജയിച്ചില്ല എന്ന് മാത്രമല്ല, നിയമസഭയിൽ അവരുടെ അംഗബലം വീണ്ടും വീണ്ടും കുറയുന്ന ഒരു സാഹചര്യമാണ്. ഒരു രാജ്യസഭാ MP അടക്കം MLA മാരും MLC മാരും ഒക്കെ തന്നെ TRS അഥവാ BRS വിട്ടുപോകുന്ന സാഹചര്യം അവർ കോൺഗ്രസ്സിലേക്ക് ചേക്കേറുമ്പോഴും സാധാരണയായി കൂറുമാറ്റ നിരോധന നിയമം അത് ബാധകമാകും ഇവർക്ക് എന്നുള്ള ശക്തമായ ഒരു സാധ്യത നിലനിൽക്കെ BRSന് വേണമെങ്കിൽ ആരോപിക്കാം അവർ രാജിവെച്ച് ഉപതെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടി വരും. ഇതിനെതിരെ ഒരു ചെറുവിരൽ പോലും BRSലെ നേതൃത്വം പറഞ്ഞിട്ടില്ല എന്നതും വാസ്തവമാണ്. അതിനിടയിൽ റാവു ഒരു വെടി കൂടി പൊട്ടിച്ചിരിക്കുന്നു. വളരെ വൈകാതെ തന്നെ കോൺഗ്രസ്സിലേക്ക് ചേക്കേറാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. ആ ഒരു നീക്കത്തിലേക്ക് രേവന്ത് റെഡ്ഡിയുമായി ചർച്ച നടത്താൻ തയ്യാറാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. അങ്ങനെ വന്നാൽ തീർച്ചയായും BRSലെ ശേഷിക്കുന്ന 39 MLA മാർ കൂടി എൻ ബ്ലോക്കായി കോൺഗ്രസ്സിലേക്ക് ചേരുകയും കോൺഗ്രസിൻ്റെ അംഗസംഖ്യ 100-ൽ കൂടുതലായി വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടാവും. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസിൻ്റെ ഐക്യം കുറച്ചുകൂടി കെട്ടുറപ്പോടുകൂടി മുന്നോട്ട് പോവുകയും ഇപ്പോൾ ശേഷിക്കുന്ന BRSലെ പ്രവർത്തകർ കൂടി കോൺഗ്രസ് പ്രവർത്തകരായി മാറുന്ന ഒരു കാഴ്ച ഉണ്ടാവുകയും ചെയ്യും. തീർച്ചയായും അങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ BJP മുഖ്യ പ്രതിപക്ഷം എന്ന ലേബലിലേക്ക് വരികയും ലോക്സഭയിൽ ഇപ്പോൾ BJP നേടിയ 8 സീറ്റ് അതവരെ വലിയ ശക്തമായ ഒരു സ്ഥാനത്തിരുത്തുകയാണ്. വോട്ട് ഷെയറിൻ്റെ കാര്യത്തിൽ അവർ 30% കടന്നിരിക്കുന്നു എന്നുള്ളതും ചില്ലറ കാര്യമായി കാണാൻ കഴിയില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രേവന്ത് റെഡ്ഡിയും ഉദ്ധം കുമാർ റെഡ്ഡിയും മാത്രമാണ് വിജയിച്ചതെങ്കിൽ ഇത്തവണ കോൺഗ്രസ്സിന് 2-ൽ നിന്നും 8-ലേക്ക് ഉയരാൻ സാധിച്ചെങ്കിൽ BJP അവരുടെ ടാലി 4-ൽ നിന്നും 8-ലേക്ക് ഉയർത്തി എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. ഒരു സീറ്റ് ലഭിച്ചത് AIMIM നേതാവായ അസദുദ്ദീൻ ഒവൈസിക്കാണ്. തെലങ്കാനയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ തീർച്ചയായും AIMIMനെയും BJPയെയും മാത്രമാണ് കോൺഗ്രസ്സിന് നേരിടേണ്ട രാഷ്ട്രീയ സാഹചര്യം ഇനി ഉള്ളത്. ഈ ലയനം പൂർത്തീകരിച്ചാൽ തീർച്ചയായും കോൺഗ്രസ് ഡബിൾ സ്ട്രോങ് ആകും.